ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് കാർ ഫോർ സെയിലായി. ഗായ്സ്, കഴിഞ്ഞ വീഡിയോയിൽ ആരും കമന്റ് ഇടില്ല ഗായ്സ്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരല്ല, ഏത് പേര് നമ്പർ പ്ലേറ്റിൽ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആരും കമന്റ് ഇടില്ല ഗായ്സ്. നമുക്ക് അവിടെ പോണ്ട്, അങ്ങോട്ട് പോണം ഗൈസ്. ഇന്ന് വലിയ കാര്യമായിട്ട് ഇട്ടുണ്ടാവില്ല ആഡ്, കാരണം ഞാനേ നെറ്റ് മാത്രമേ അറിയില്ലല്ലോ. ഇത് കുറച്ച് നെറ്റല്ലേ ഗൈസ്, കുറച്ചല്ലോ നെറ്റ്. അതുകൊണ്ട് ആഡ് വരാൻ നെറ്റില്ല, അതുകൊണ്ട് ആഡ് വരാൻ സാധ്യതയുണ്ട് ഗൈസ്. കാർ ഇവിടെ വെക്കുന്നു ഗൈസ്. നമുക്ക് ഈ ബ്ലാക്ക് കളറിലൂടെ ഞാൻ ഇന്നലെ റിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. റിപ്പയർ ഈ വണ്ടിക്ക് നല്ല നല്ല വൃത്തിക്ക് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് ചില ആളിത് വാങ്ങുള്ളൂ. ഇത് ഔഡീൻ്റെ വണ്ടിയാണ് ഗൈസ്. നമ്പർ പ്ലേറ്റിൽ ഏതെങ്കിലും പേരുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ ആ വീഡിയോയിലോ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമന്റ് ഇടുക ഗൈസ്. 400 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. വീണ്ടും കിട്ടില്ല, ഗെയിമായിട്ട് വരും ഗൈസ്. ഇട്ടിട്ടുണ്ട് ഇതിന്. ഓക്കെ, ഈ വണ്ടിയിൽ എന്തെങ്കിലും കയറെടുക്ക. ഓക്കെ, കൊടുത്തിട്ടുണ്ട്, നോക്കാല്ലേ. എന്താ ഇനി പേസ്റ്റ് നമ്പർ. നമ്മങ്ങനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ വരുന്നില്ല. എന്താന്ന് അറിയില്ല. മിനിറ്റ്, വരുന്നില്ല. വെറുതെ നമ്മളെ പൈസ ആണ്. ഇനി വണ്ടി കുറച്ചും കൂടി സ്പീഡിൽ പോകും. കളറിൽ ഒരു രസമില്ല. നമുക്ക് വന്നിട്ട് സെറ്റ് ആക്കാം. യെല്ലോ കളർ അടിക്കാം. ഏത് കളർ അടുത്ത വീഡിയോയിൽ ഏത് വണ്ടി വാങ്ങണ്ട്, ഏത് വണ്ടിക്ക് കളർ കൊടുക്കണ്ട് എന്നുള്ള കമന്റ്, ഏത് കളർ കൊടുക്കണ്ടെന്നും കൂടി കാണും കേട്ടോ. എന്താ റെഡൊന്നും കൊടുക്കാത്തത്? നമുക്ക് റെഡ് കൊടുക്കണ്ട്. ഇപ്പൊ കൊടുക്കാറുണ്ട്. യെല്ലോ യെല്ലോ. ഓക്കെ, നമ്മ പൂശിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് നമുക്ക് വിൽക്കാനിടാം. നമുക്ക് വലിയ വലിയ വണ്ടികളെല്ലാം വാങ്ങുമ്പോൾ നമുക്കവിടെ ഇതാക്കണം ഗൈസ്. നല്ല സ്പീഡില് സ്പോർട്സ് കാറെല്ലാം വാങ്ങിയിട്ട് നമുക്ക് അവിടെ കയറ്റിട്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്യണം ഗൈസ്. സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അവിടെ കിടക്കുന്ന ട്രക്ക്. ഈ വണ്ടിക്ക് എന്തായാലും ഒരു 100-200 വരും. ഈ വണ്ടിയല്ല,
പക്ഷെ 220 മേലെ പോകുന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ഇല്ല, നമ്മ ഇന്നലത്തെ ഒരു വീഡിയോയില് നമ്മ ഒരു BMW വാങ്ങിയിട്ട് എനിക്ക് ഇന്ന് കൊടുത്തിട്ടാണ് നമ്മ വിറ്റത്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയും കൂട്ടി അങ്ങോട്ട് ഗൈസ്. നമുക്ക് ഇത് ഇപ്പൊ നല്ല രസമുണ്ട്. കളർ കുഴപ്പമില്ല, മതി. ഇതാണ് കളറ്, രസമുണ്ട് ഗൈസ്. ഒരു ബ്രൗൺ കളറാണോ ബ്ലാക്ക് കളറാണോ കത്തറയ്ക്കായിട്ട് വരിക കറക്റ്റില്ല. ഇതിന് വലിയ രീതിയിട്ട് അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കട തുറക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ കയറാം. ഓഫീസിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് അതിന് ബാക്കി കാര്യം. ഇന്നലെ ടിക്കിന് ബില്ലൊന്നുമില്ല. ഓക്കെ, എന്നാണ് വെബ് പേജ് എടുക്കുക. ഓക്കെ, നമുക്ക് ഔഡിയാണിത്. ഒരു 15,000 ഉണ്ട് ഗൈസ്. 15,000 ഇടാം. ഇത് നമുക്കൊരു 5,000 ഇടാം. എനിക്ക് ഗൈസ് നമ്മ 2 വണ്ടിയോ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇതിന് ഒക്കെ പറ്റുന്ന അറിയില്ല. കാർ മാർക്കറ്റ് ഓപ്പൺ ഗൈസ്. കടയിൽ ആള് വരുന്നതിൻ്റെ മുമ്പിൽ അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. വല്ല BMW ആയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരാം, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ BMW ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കിട്ടിയില്ല. വണ്ടി സാധനമില്ലേ, BMW വാങ്ങാൻ വന്നു ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇത് പോർഷെ ഔഡി TT ഈ സമയം വാങ്ങിയ വണ്ടി. ഇതേ വണ്ടി അറിയില്ല. ഇത് കോണ്ടാക്റ്റ അല്ലേ? കോണ്ടാക്റ്റ. ഫെറാറി ഇത് ഏത് വണ്ടിന്ന് അറിയില്ല. പറഞ്ഞ് ടെസ്ലയിലുണ്ടല്ലേ. ടെസ്ലൊക്കെ എത്രയായിരിക്കും? 40,000 ഇരിക്കും. ഈ വണ്ടി കുഴപ്പമില്ല, ഈ വണ്ടി നല്ല രസമുണ്ട്. ഈ വണ്ടി വാങ്ങാം. എത്ര ഇരിക്കും റേറ്റ്? മാറ്റില്ല. ഈ വണ്ടിക്ക് എത്ര ഇരിക്കും? ഇന്നലെ നമ്മ നൈബർഹുഡിൽ പോയപ്പം 17,000 ഉണ്ടായിന്. 17,000 വണ്ടി. 8,000 പറഞ്ഞ അല്ല, 18,000 പറഞ്ഞല്ലേ? 2 കുറഞ്ഞോയി. നമ്മളെ കടയിൽ ആളെ വന്നിട്ടുണ്ട്. 2 വാങ്ങിയിട്ട് വരാല്ലേ? 2 വരാൻ നീക്കിട്ട് വരാം. ഓക്കെ, ട്രാവൽ ചെയ്യുന്നമ്മ. നമ്മ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഔഡി ജ്യൂസ് വാങ്ങാൻ 3 ആളോ അങ്ങനെ ആരാവസ്ഥന് ഇരിക്കുന്നു. ആടെ ചേട്ടനുണ്ടല്ലേ. 12,000 പറയുന്നുണ്ട് അവന്. ഞാൻ എത്ര പറയുന്നുണ്ട്? 12,000 തന്നെ പറയുന്നു. അവൻ എത്ര പറയുന്നു? ഇവനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിനി. ഇവനെത്ര പറയും നോക്കിട്ട് വരാല്ലേ? ഇവനിപ്പം വന്നതേ ഇല്ലു. 12,000 വേണ്ടവനെ. ലാസ്റ്റ് താങ്ങൊന്ന്. ഓക്കെ, പോയിക്കോ. നമുക്ക് ഈ ചേട്ടൻ തന്നെ കൊടുക്ക. എനിക്കെന്നീ വണ്ടി. ഓക്കെ ഗൈസ്, ചേട്ടന് വണ്ടി ഇട്ടിട്ട് 30,000 ആക്കി ഗൈസ്. ഇപ്പം 30,000 ഉണ്ട്. ഹോണ്ട സിവിക്കാണ്. 2,000 ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായില്ല. പോയാ ഓക്കെ, നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. 3,000 പറ. കറക്റ്റ് 3,000 പറഞ്ഞിട്ടുണ്ട്.
ഈ ചേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സമയം നോക്കിയിട്ട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചേച്ചിക്ക് കൊടുക്കേണ്ടി വരും ഗൈസ്. ഈ ചേച്ചി പോകുമ്പോക്ക് ആരെങ്കിലും വന്നിനെങ്കിൽ അവരോടും ചോദിച്ചിട്ട് നമുക്ക് ഈ ചേച്ചിക്ക് കൊടുക്കേണ്ടി വരും ഗൈസ്. വണ്ടി എന്തായാലും വരാത്ത 1000-ന് 2000-ന് വാങ്ങിയതാണ്. എന്നിട്ട് ഞാൻ 3000-ന് 2000-ന് കൊടുക്കാം. സേവ് ചെയ്തു. എങ്ങനെ ചെയ്യാൻ ഓക്കെ. എന്തപ്പാരും വരാത്ത ചേച്ചി പോന്നാ കാറിൻ്റെ മണ്ടൊക്കെ കഴിക്കുന്നു. സൺറൂഫൊക്കെ ഉണ്ട്. പറ 2000 പറ. 2000 3000 5000 5000 പറ. ഒരു ചേട്ടൻ വന്നു. കറക്റ്റ് ടൈമിങ് ചേട്ടാ. ഒരു 4000 പറ. 481 481 അറിഞ്ഞിനി. ചേച്ചാണ് ഈ ചേട്ടനാണ് കൂടുതൽ പറഞ്ഞിനി. ആയത് വരില്ല പോയിട്ട് പോയാൽ കുഴപ്പമില്ല. പോയിക്കോ. ഈ ചേട്ടനെ കൊടുക്ക. 79 പറഞ്ഞു. 379. ഈ ചേട്ടൻ 481 അറിയും. ഓക്കെ അങ്ങനെ ആ ചേട്ടന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൺലാൻഡ് കാർസ് ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് പേര് മറ്റേ നോക്കാൻ പറ്റുമോ നോക്കാം. ഇതിപ്പം നോക്കിയിട്ടില്ലല്ലേ. നമ്മളിപ്പം 34,100 ഈ പേര് മാറ്റാൻ പറ്റൂല ഗൈസ്. ഞാൻ അടുത്ത വീഡിയോയില് നമുക്ക് പേര് മാറ്റാം ഗൈസ്. അടുത്ത പാർട്ടിൽ നമുക്ക് പേര് മാറ്റാൻ നോക്കാം. ഇത് ഞാൻ മൂന്നാമത്തെ പാർട്ടാണ് ഗൈസ്. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. നമുക്ക് കണ്ടെയ്നറിൽ പോവാം. ഇപ്പൊ കടന്ന് ഉറങ്ങിയിട്ട് വേണം നാളെ ഒരു കിടുക്കാച്ചി കാർ വാങ്ങാൻ. ഗെയിമിന് നാളെ. ഓക്കെ എന്നിട്ട് നമ്മത് നല്ല പ്രൈസിന് വെക്കും ഗൈസ്. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല പൈസക്ക് നമുക്ക് ഉറപ്പിച്ചോ. നല്ല പൈസക്ക് നമുക്ക് ഒരു കിടുക്കാച്ചി വണ്ടി വാങ്ങണം. നല്ല റേറ്റിലെ വണ്ടി. നെയ്ബർഹുഡ് പോവാം. ഇപ്പം കാർ മാർക്കറ്റ് ഓപ്പൺ അല്ല. പക്ഷെ ഓപ്ഷൻ കണ്ടുപിടിക്കുന്നുണ്ട് ഗൈസ്. ഇതാരാണ് കാർ ഫോർ സെയിലിന്റെ പിക്ചർ തന്നെ കൊടുത്തു. കാർ ഫോർ സെയിലിന്റെ ഈവില്. ഓക്കെ നമുക്ക് ഈ വണ്ടിയാണ് ഞാൻ പറഞ്ഞ വണ്ടി. ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് മസ്താൻ കടന്നുണ്ട് നോക്കാം. അയ്യോ ഗൈസ്. ഇത് ഈ വണ്ടി 2 മഞ്ഞത് റിപ്പയർ ചെയ്യൂല. വേറെ കാര്യം. ഓക്കെ ഗൈസ് ഇവിടെ BMW ഉണ്ട്. BMW വേണ്ട. BMW-നെക്കാട്ടി റേറ്റിലെ വണ്ടിയാണ് ഗൈസ്. നല്ല ടയറെല്ലാം വെച്ചിട്ടുണ്ട്. 15,000. അതേപോലത്തെ വേറെ വണ്ടി ഉണ്ടോ? അതേതാ വണ്ടി? നമുക്ക് ഈ വണ്ടി എടുക്കാം. അല്ലാണ്ട് വേറെ വണ്ടിയൊന്നും കിട്ടില്ല. നമ്മൾ റേറ്റ് കൂടിയ വണ്ടിയാണ് നോക്കുന്നത്. നമുക്ക് ബാർഗൈനിങ്ങിന്റെ സ്കില്ല് ഓപ്പൺ ആക്കാം. നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കട്ടെ ഗൈസ്. ടയർ ചെയ്യാം. ടർബോ വെച്ചിട്ടില്ല. അതെന്ത് മറിമായം നമ്മളിങ്ങനെ തട്ടച്ച് വിട്ടോണ്ടിരിക്കാന് വയ്യൊന്നും അറിയില്ലേ.
ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട്. പക്ക ഡ്രിഫ്റ്റ് വണ്ടിയാണ്. ഡ്രിഫ്റ്റ് അടിച്ചിട്ട് പോയി. മോനെ ഓക്കെ പറന്ന് ഇവിടെ വണ്ടിയിടാ. അവർക്ക് എൻ്റെ സൂപ്പർ കോണ്ടാസി കഴിഞ്ഞു. ബ്ലാക്ക് മാർക്കറ്റ്. ഞാനിതാ ടാബ് വാങ്ങാൻ വന്നെയാണ്. ഇതാണ് ഗെറ്റ് കാറ്. ഹാമർ വാങ്ങേണ്ടി കിട്ടൂല. ഇത് അറിയാ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്. ഈ വീഡിയോ എൻ്റെ ആക്കിയിട്ട് നമ്മൾ ആ 2 വണ്ടി വിട്ടിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കും. എന്നിട്ട് ഈ ബുഗാട്ടി എടുക്കും. പിന്നെ ഈ ട്രക്ക് പോലത്തെ എന്തോ 10 ആഡിൻ്റെ ഉണ്ടാവും. അതും ഞാൻ ചെയ്യും ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കും ഗൈസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നലെ ഇതിന് വല്ല വീഡിയോ വരുന്നു. ആ വീഡിയോ ഇതല്ല ഗൈസ്. ഇത് 30-20 മിനിറ്റിൻ്റെ ആയിട്ടായിരിക്കും. 30 മിനിറ്റിൻ്റെ എല്ലാം വീഡിയോ വരും ഗൈസ്. 35 മിനിറ്റിൻ്റെ എല്ലാം വരും ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ എത്ര മിനിറ്റ് ആയി നോക്കട്ട്. 16 ആയിട്ടില്ലോ. ആ വണ്ടി വെക്കുമ്പോക്ക് ഒരു 20-25 ആയിട്ടുണ്ടോ. വളവിൻ്റെ വലിയ വളവ് നമ്മൾ ശ്രദ്ധിക്കണം ഗൈസ്. ഇതൊന്നും ഇങ്ങനെ കട്ടണം ഗൈസ്. 1000 ഉറുപ്പികയില് ടാബ് വാങ്ങി ഗൈസ്. ഡ്രിഫ്റ്റിൻ്റെ പറ്റിയ വണ്ടിയാണ്. ഡ്രിഫ്റ്റ് റേസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഡ്രിഫ്റ്റ് അടിക്കുന്നത്. ഡ്രിഫ്റ്റ് അടിച്ചടിച്ച് പറഞ്ഞിട്ടെല്ലാം പോകുന്നത്. നമുക്ക് ഡ്രിഫ്റ്റ് ഉണ്ട്, പക്ഷെ ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഒന്നും കൂടി ബ്രേക്ക് ടെസ്റ്റ് ചെയ്തു. വളവിന് ബ്രേക്ക് ഇല്ല, ബ്രേക്ക് ഇല്ല, പക്ഷെ ഡ്രിഫ്റ്റ് ഉണ്ട്. ഈ ബ്രേക്ക് ഇല്ലാണ്ട് അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നു. പൊട്ടുന്നതിലുണ്ട്. ഇനി നമുക്ക് വാക്കണ്ട. ഈ വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാ. ഇല്ലെങ്കിൽ പണി പാളും കേസ്. ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് എത്ര ആള് ഓടിച്ചിട്ട് നിൽക്കേണ്ടി വരും. ഈ വണ്ടി നമുക്ക് ഈ വണ്ടീൻ്റെ ഒരു ഫോട്ടോ എടുക്കാം ഗൈസ്. ടാബില്ലേ ഇതെടുക്കുക. എന്നിട്ട് നമുക്ക് മറ്റേ വണ്ടി എടുക്കാൻ വേണ്ടി പോവാം. ഞാൻ ഇന്ന ഗ്യാസ് സ്റ്റേഷനിൽ പോയാൽ പെട്ടെന്ന് എത്തും ഗൈസ്. ട്രാവൽ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റേഷൻ്റെ അവിടെ പോവാം. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നടന്നിട്ട് ആ വണ്ടിയും കൊണ്ട് ഓടിച്ചിട്ട് അവിടം വരെ പോവാം ഗൈസ്. നല്ല ഏരിയ ആണ് ഗൈസ്. നമ്മളെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. പൈസ കൊടുക്കാണ്ട് ഞാൻ റെഡിയാക്കി തരും ഗൈസ്. അതുകൊണ്ട് ഇവൻ്റെ കടയത്തെ ഇത് നമുക്ക് വേണ്ട ഗൈസ്. വേണ്ട നമുക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു പിക്ചർ എടുക്കാം. ഞാൻ അവിടെ പോയിട്ട് പിക്ചർ എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, നമുക്കൊരു പിക്ചർ എടുക്കാം. ഓക്കെ ഗൈസ്, മറ്റേ പുള്ളിക്കാരൻ്റെ ഇതും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാറൊന്നും നമുക്ക് ടാബ് എടുക്കാറ്റിനി നമുക്ക് ആ വണ്ടി സെയിൽ ചെയ്യണം. ഈ കമ്പി എടുത്ത് മാറ്റി കമ്പി കൊണ്ടുപോയി ഈ സ്പീഡും പിന്നെ സ്പീഡ് നോക്കുന്ന ടോപ്പ് സ്പീഡ് നോക്കുന്ന സ്ഥലവും ആ ട്രക്കും കൂടി തന്നാൽ മാത്രം മതിയായിരുന്നു. വേറെ ഉണ്ടായിരുന്നു. ഇതേതാ വണ്ടി? ഇത് കൊടുക്കുക.
ഓക്കെ ഗൈസ്, നോക്കി ഇനി എത്ര പൈസ എടുക്കും? ഒരു 2500 ഇട്ട് കൊടുക്കാം ഗൈസ്. ഇതിനാ പൂജ കൊടുത്തിന്, അത് മാറ്റിയിട്ട് നമുക്ക് 2500 തന്നെ കൊടുക്കാം. 20,500 തന്നെ കൊടുക്കാം. എങ്ങനെയാണ്? ഓഹോ, ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കിത് ക്ലീൻ ചെയ്യാം. പണിക്കാരനുണ്ടെങ്കിൽ ഓനെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറയാമായിരുന്നു. ഓനെ നമുക്ക് പണിക്കാരനെ ആക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഓൻ പൈസയും കൊടുക്കണം. ഇതെന്നെല്ലാം കൊടുക്കണ്ടെന്ന് ആർക്കറിയാം? നമ്മളിപ്പോ 1000 ഉറുപ്പില്ല. ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചാളെ വരുള്ളൂ. ഈ വണ്ടി എപ്പാൻ പറ്റി നോക്കുന്ന ആർക്കറിയാം? 20,500 ഇട്ടെടുത്ത വണ്ടി ഞാൻ എത്ര പൈസക്ക് വാങ്ങും? കറക്റ്റ് പൈസ. ഈ ചേച്ചിയും കൂടി അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിലൊരു മസ്താങ് ഒപ്പിക്കായിരുന്നു. ഈ ചേച്ചിക്ക് എന്താ ആ പൈസക്ക് എന്താ അനങ്ങൂലെ? ഒന്നും കൂടി കൊടുക്കാം. ഒന്നും കൂടി കൊടുത്താൽ ചിലപ്പോ വാങ്ങും. ഇല്ല പൈസ നമുക്ക് 19,000 ഇട്ട് കൊടുക്കാം. 19,500. ഓക്കെ, ആ പ്രൈസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് വണ്ടി. നമ്മ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉറപ്പായാലും ഒരു മസ്താങ് ഒപ്പിക്കും ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്കൊരു സ്പെഷ്യൽ കാർ ഉണ്ട് ഗൈസ്. കാർ ഞാൻ ഇപ്പം പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാണെങ്കിൽ അത് കമന്റ് ചെയ്തോ ഗൈസ്. അടുത്ത വീഡിയോയിൽ മസ്താങ് ഞാൻ വാങ്ങാൻ പോണാണ്. ഇതൊരു സർപ്രൈസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ഇട്ടോ. ആ കമന്റ് ശരിയായ കറക്റ്റ് കമന്റ് ഞാൻ പിന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അതിനകത്ത് വരത്തുള്ളൂ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ്. ബൈ.